ഗുഡ് ഈവനിങ് ടു എവരിയോൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ ഓഫ് ഫുഡ്. അതായത് നമ്മളെ ഫുഡിലുള്ള അഡൾട്രേഷനെ കണ്ടുപിടിക്കാനുള്ള അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്രോമറ്റോഗ്രാഫിയിലാണ് വരുന്നത്. കോളം ക്രോമറ്റോഗ്രാഫി, പേപ്പർ ക്രോമറ്റോഗ്രാഫി, അതുപോലെ തന്നെ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ഒക്കെ തുടങ്ങിയവയാണ്. എല്ലാവരും ഈവനിങ് ആയതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈം ആയിരിക്കും. അതുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റില് നമ്മൾ ക്രോമറ്റോഗ്രാഫിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ക്രോമറ്റോഗ്രാഫി? കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മിക്സ്ചറിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് മിഖായിൽ സെമനോവിച്ച് ട്വിസ്റ്റ് ആണ്. 1906 ഇത് ഇൻവെന്റ് ചെയ്തത്. ദെൻ ഇനി നമുക്ക് സ്ലൈഡിലോട്ട് വരാം. ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി പ്രോസസ് ഫോർ സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. ദെൻ മിഖായിൽ സെമനോവിച്ച് ട്വിസ്റ്റ് ആണ് ഇൻവെന്റ് ചെയ്തത് 1906 എന്ന് പറഞ്ഞു. ദെൻ to get the process is started, the mixture is dissolved in a substance called the mobile phase. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ഫേസ് ആണ് വരുന്നത്, മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും, വിച്ച് ക്യാരീസ് ഇറ്റ് ത്രൂ എ സെക്കൻഡ് സബ്സ്റ്റൻസ് കാൾഡ് സ്റ്റേഷനറി ഫേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോമറ്റോഗ്രാഫി എന്താണെന്ന് പറഞ്ഞു. ഇനി ക്രോമറ്റോഗ്രാഫിയിൽ തന്നെ നമ്മൾ ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്നതാണ് കോളം ക്രോമറ്റോഗ്രാഫി. എന്താണ് കോളം ക്രോമറ്റോഗ്രാഫി? ആർക്കെങ്കിലും അറിയോ? കോളം ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ആണ്. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞു തരാം. അഡ്സോർപ്ഷൻ എന്ന് ഉദ്ദേശിച്ചത് ബേസിക്കലി ഇപ്പൊ നമ്മൾ സപ്പോസ് പുറത്ത് എവിടേക്കെങ്കിലും ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് പൊടിയായി, അല്ലെങ്കിൽ ചളിവെള്ളമായി, അല്ലെങ്കിൽ ഗ്രീസ് പോലെ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചു എന്ന് വിചാരിക്കും. മൂന്നും നമ്മുടെ ശരീരത്തില് ഡിഫറെന്റ് തരത്തിലാണ് ഒട്ടിപ്പിടിക്കുന്നത്. ഓരോന്നിനും ഓരോ കപ്പാസിറ്റിയാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഒരു മിക്സ്ചർ ഓഫ് കമ്പോണൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പോണൻസിനും സർഫസിന്റെ മേലിൽ ഒട്ടിപ്പിടിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മുടെ ഈ കോളം ക്രോമറ്റോഗ്രാഫിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മളെ കോളം ക്രോമറ്റോഗ്രാഫിയിൽ രണ്ട് ഫേസസ് ആണ് വരുന്നത്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് സോളിഡും അതുപോലെ തന്നെ മൊബൈൽ ഫേസ് ആയിട്ട് ലിക്വിഡ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഇറ്റ് ഈസ് ലിക്വിഡ് സോളിഡ് ക്രോമറ്റോഗ്രാഫി. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ലിക്വിഡ് മൊബൈൽ ഫേസ് ആയിട്ടും സോളിഡ് സ്റ്റേഷനറി ഫേസും ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ ഇനി നമുക്ക് here liquid is mobile phase and solid is stationary phase. Okay, it is based in difference in adsorption of components in the on the solid surface like alumina, cellulose, silica. അതൊക്കെയാണ്. അതായത് സ്റ്റേഷനറി ഫേസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് സിലിക്ക, അലുമിന, സെല്ലുലോസ് ഒക്കെ. അതുപോലെ തന്നെ മൊബൈൽ ഫേസിന് എക്സാമ്പിൾ ആയിട്ടാണ് പെട്രോളിയം, ഈതർ, അസറ്റോൺ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ട് വരാം. അതിനു മുന്നേ ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മുടെ പിക്ചർ ഒന്ന് നോക്കിയേ. ഈ കോളം ക്രോമറ്റോഗ്രാഫിന്റെ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോളം ക്രോമറ്റോഗ്രാഫിയിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് ഫേസസ് പറഞ്ഞായിരുന്നു, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. അപ്പൊ ഈ ഫസ്റ്റ് കാണുന്ന ലോങ് ഗ്ലാസ് ട്യൂബ് കണ്ടോ? ഈ ലോങ് ഗ്ലാസ് ട്യൂബില് ഓൾറെഡി സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൊബൈൽ ഫേസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാല് മിക്സ്ചർ ഓഫ് കമ്പോണൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഓരോ കമ്പോണൻസിനും വ്യത്യസ്ത തരത്തിലുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫേസ് ഈ സ്റ്റേഷനറി ഫേസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ കമ്പോണൻസ് കണ്ടോ? ഡിഫറെന്റ് ലെവലിലായിട്ട് നിൽക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഫസ്റ്റിൽ നിൽക്കുന്നത്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ലാസ്റ്റിൽ നിൽക്കുന്നത്. നോക്കിയേ, സെക്കൻഡ് ഗ്ലാസ് ട്യൂബിൽ പിങ്ക് കളറിൽ കാണിക്കുന്നതാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്.
ഗ്രീൻ കളറിലാണ് ഏറ്റവും വീക്ക് ആയിട്ട് നിൽക്കുന്നത്. ഓരോ കമ്പോണന്റും ഒരു ഓവർലാപ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെപ്പറേഷൻ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കൂട്ടണം. നമുക്ക് ആവശ്യം എന്താ? വേർതിരിച്ച് കിട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഈ സെപ്പറേഷൻ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സോൾവെന്റ് എന്ത് ചെയ്യാണ്? ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ നോക്കിയേ, മൂന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ആ തേർഡ് ഗ്ലാസ് ട്യൂബ് നോക്കിയേ, കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇതുവരെയുള്ള പ്രൊസീജിയറിനെ ഡെവലപ്മെന്റ് ഓഫ് ക്രോമറ്റോഗ്രാഫി എന്നാണ് പറയുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? സ്റ്റേഷനറി ഫേസിലോട്ട് മൊബൈൽ ഫേസ് ആഡ് ചെയ്തു. ഈ മൊബൈൽ ഫേസിൽ പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് കമ്പോണൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഓരോ കമ്പോണൻസും ഡിഫറെന്റ് കപ്പാസിറ്റിയിൽ ഉള്ളതാണ്. ഇനി സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഫസ്റ്റിൽ കാണുന്നത്. ഏറ്റവും വീക്ക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഏറ്റവും താഴത്ത് കാണുന്നത്. ഈ സെപ്പറേഷന് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചും കൂടി സോൾവെന്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് ഓഫ് ക്രോമാറ്റോഗ്രാഫി. ഇനി നമുക്കിപ്പോ സെപ്പറേറ്റ് ആയി കിട്ടിയത് മാത്രം മതിയോ? ഓരോ അഡ്സോർബന്റ് നമുക്ക് കമ്പോണന്റ് റിമൂവ് ചെയ്തെടുക്കണം. അതായത് ഓരോ അഡ്സോർബ് ചെയ്ത കമ്പോണൻസും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണ്ടേ? അപ്പോ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു സോൾവെന്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് സോൾവെന്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക? എലുവെന്റ് എന്ന് പറയുന്ന സോൾവെന്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എലുവെന്റ് സോൾവെന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യും? ഓരോ കമ്പോണൻസും വേർതിരിച്ച് കിട്ടും. സപ്പോസ് നമ്മൾ എലുവെന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് മെത്തനോൾ ഒക്കെയാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റില് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 10% മെത്തനോൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ കമ്പോണൻസിൽ ഫസ്റ്റിൽ ആരാ വരിക? ഏറ്റവും വീക്ക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഫസ്റ്റിൽ വരിക. ഓക്കെ, ദെൻ കുറച്ചും കൂടി എലുവെന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എലുവെന്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എലുവെന്റ് വരും. ഏറ്റവും അവസാനം ആരാണ് വരിക? സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് ആയിരിക്കും. ഈ എലുവെന്റ് ആഡ് ചെയ്യുന്ന ഈ എലുവെന്റ് അഡീഷനെ പറയുന്ന പേരാണ് എലൂഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ശരിക്കും ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി നോക്കിയേ, നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിളോട്ട് വരാം. ഓക്കെ, ദ കോളം ഈസ് എ ലോങ് ഗ്ലാസ് ട്യൂബ് വിത്ത് വാൾവ് അറ്റ് ഇറ്റ്സ് ബോട്ടം. അടിയിൽ എന്തുണ്ട്? വാൾവ് ഉണ്ട്. ഒരു ലോങ് ഗ്ലാസ് ട്യൂബാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂണിഫോംലി ഫിൽഡ് വിത്ത് എ suitable adsorbent like silica or alumina. അതെന്ത് ചെയ്തിട്ടുണ്ട്? സിലിക്ക, അലുമിന പോലുള്ള സൂട്ടബിൾ അഡ്സോർബന്റുമായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. The mixture of component dissolved in a suitable solvent introduced mobile phase. ഓക്കെ, അതിലോട്ട് നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്തത് കാര്യം പറഞ്ഞില്ലേ, അതാണ്. Top the bottom percolates through the column. Okay, the different components get adsorbed to different extent. Different extentലായിട്ട് നമ്മൾ കണ്ടു. The most readily adsorbed component hold at the top. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് അഡ്സോർബ്ഡ് കമ്പോണന്റ് എവിടെയാ? മുകളിൽ നമ്മൾ കണ്ടു. The weakest adsorbing component will be held at the bottom. അടിയിൽ വീക്ക് ആയിട്ടുള്ള അഡ്സോർബിംഗ് കമ്പോണന്റിനെ നമ്മൾ കണ്ടു. ദ പാർഷ്യൽ സെപ്പറേഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ സം ഓർ സോൾവെന്റ്. ഈ പാർഷ്യൽ സെപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സോൾവെന്റ് ആഡ് ചെയ്തു. ഈ ഫിനോമിനൻ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് ഓഫ് ദി ക്രോമാറ്റോഗ്രാം. നോ, ദി സെപ്പറേഷൻ ഈസ് ഓവർ. സെപ്പറേഷൻ എന്ത് ചെയ്ത് കഴിഞ്ഞു. The individual components are removed from the adsorbent by adding suitable solvent. Individual components റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ സോൾവെന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് പറയുന്ന പേരാണ് എലുവെന്റ്.
ഓക്കെ, പ്രോസസ് ഓഫ് എലുവൻ ആഡിങ് നോൺ ആസ് എലൂഷൻ. ഈ എലുവൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എലൂഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് എലൂഷൻ, weakest adsorbing component comes first and strongest adsorbing component comes last. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീക്ക് ആയത് ഫസ്റ്റിലേ പോന്നു, നമ്മൾ കളക്ട് ചെയ്തെടുത്തു. ദെൻ സ്ട്രോങ് ആയത് ഏറ്റവും അവസാനമാണ് നമുക്ക് ലഭിച്ചത്. ഇനി ഈ കോളം ക്രോമറ്റോഗ്രാഫിക്ക് എക്സാമ്പിൾ ആണ് സെപ്പറേഷൻ ഓഫ് ഓർത്തോ നൈട്രോ അലനിൻ ആൻഡ് പാരാ നൈട്രോ അലനിൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്രോമറ്റോഗ്രാഫി. എല്ലാവർക്കും മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. നമ്മൾ എപ്പോ പഠിക്കുമ്പോഴും വല്ല പിക്ചേഴ്സ് എന്തെങ്കിലും ഡയഗ്രാംസ് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ദി എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് ദി സെപ്പറേഷൻ ഓഫ് ദി two or more similar organic compounds. Two or more similar compounds ന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി റിമൂവൽ ഓഫ് പ്യൂരിറ്റി ഫ്രം ദി ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഉള്ള പ്യൂരിറ്റി റിമൂവൽ ചെയ്യാനും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് യൂസ്ഡ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഡയല്യൂട്ട് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഡയല്യൂട്ടഡ് സൊല്യൂഷനും ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്. നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ പ്യൂരിഫിക്കേഷനും സെപ്പറേഷനും ഐഡന്റിഫിക്കേഷനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, വൺ വേർഡ് പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കോളം ക്രോമറ്റോഗ്രാഫിയിൽ പഠിച്ചേ? കോളം ക്രോമറ്റോഗ്രാഫി എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, അതിന്റെ ഡയഗ്രാം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റിൽ പഠിക്കുന്നത് പേപ്പർ ക്രോമറ്റോഗ്രാഫിയാണ്. പേപ്പർ ക്രോമറ്റോഗ്രാഫി നേരത്തെ പഠിച്ചതിനേക്കാളും സിമ്പിൾ ആണ്. ഇതെല്ലാം ഡയഗ്രാം റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മൈൻഡിൽ സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പേപ്പർ ക്രോമറ്റോഗ്രാഫിയാണ്. പേപ്പർ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ പാർട്ടീഷ്യൻ ക്രോമറ്റോഗ്രാഫിയാണ്. പാർട്ടീഷ്യൻ ക്രോമറ്റോഗ്രാഫി പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എന്താണ് പാർട്ടീഷ്യൻ? സപ്പോസ് നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് വാട്ടർ എടുത്തു, അല്ലെങ്കിൽ കുറച്ച് ക്ലോറിൻ എടുത്തു. എന്നിട്ട് ഈ ക്ലോറിനും വാട്ടറും എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മിൽ മിക്സ് ആകില്ല. ഓക്കെ, ഇതിലോട്ട് നമ്മൾ കുറച്ച് സോൾവെന്റ് ആഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു സോൾവെന്റ് ആഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ സോൾവെന്റ് ഇതിൽ രണ്ടിലും എന്ത് ചെയ്യും? മിക്സ് ആവും. പക്ഷെ അതെങ്ങനെ ആയിരിക്കും? ഡിഫറെന്റ് രീതിയിലായിരിക്കും. ചിലപ്പോൾ വാട്ടറിലായിരിക്കും ഈ സോൾവെന്റ് കൂടുതൽ ലയിക്കുക, അല്ലെങ്കിൽ CCl4ലായിരിക്കും ഈ സോൾവെന്റ് എന്ത് ചെയ്യുക? കൂടുതൽ ലയിക്കുക. പക്ഷെ രണ്ടിലും എന്താണ്? ഡിഫറെന്റ് രീതിയിലായിരിക്കും ലയിക്കുന്നുണ്ടാവുക. നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പോണൻസ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഓക്കെ, രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിന്റെ ഇടയിലുള്ള കമ്പോണൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നോക്ക്, പേപ്പർ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി. അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിലെ മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്, സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, സ്റ്റേഷനറി ഫേസ് ഈസ് എ ഫിലിം ഓഫ് ലിക്വിഡ് അഡ്സോർബ്ഡ് paper made up of highly purified cellulose. Mobile phase is another liquid percolating over it. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന മാതിരി ഇത് നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മളൊരു ലോങ് പേപ്പർ എടുക്കുന്നുണ്ട്. നോക്കിയേ, ഡയഗ്രാമിൽ കാണുന്നില്ലേ?
ആ ലോങ് പേപ്പർ എന്ന് പറഞ്ഞാല് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ലോങ് പേപ്പർ ഫസ്റ്റിൽ ഈ ലോങ് പേപ്പർ എന്ത് ചെയ്യും, വാട്ടറിൽ മുക്കും. അപ്പോൾ ഈ എന്താണ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഈ പേപ്പറിൽ ഒരുപാട് പോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ പോഴ്സിലോട്ട് എന്ത് ചെയ്യും, വാട്ടർ കടന്നുകൂടും. അപ്പൊ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആരാണ്? വാട്ടർ ആണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ്. ഓക്കെ, എന്നിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഒരു സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പേപ്പറിൽ നമ്മൾ ഒരു സ്പോട്ട് ചെയ്യാണ്. അതിനുശേഷം ആ പേപ്പർ എന്ത് ചെയ്യും, ഡ്രൈ ചെയ്യാൻ വെക്കും. ഒന്നും കൂടി നോക്കിയേക്കോ, നമ്മൾ പേപ്പർ എടുക്കുകയാണ്, ഒരു ലോങ് പേപ്പർ. ഈ ലോങ് പേപ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പേപ്പറാണ്? പുവർ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഒരു പേപ്പറാണ്. ആദ്യം ഈ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൽ മുക്കും. അപ്പൊ ഈ വാട്ടർ എന്ത് ചെയ്യും, ഈ പേപ്പറിലുള്ള സ്പോർട്സിലൊക്കെ എന്ത് ചെയ്യും, കടന്നുകൂടും. അങ്ങനെയാണ് വാട്ടർ ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് ആയി മാറുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പേപ്പറിൽ നമ്മൾ ഒരു സ്പോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പേപ്പർ ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഈ പിക്ചറിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ജാറ് കണ്ടു. ജാറിൽ ഒരു സോൾവെന്റ് ഉണ്ട്. ആ സോൾവെന്റ് എന്താണ്? മൊബൈൽ ഫേസ് ആണ്. ഓക്കെ, ഈ നമ്മൾ എടുത്തിരിക്കുന്ന മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യില്ല, തമ്മിൽ മിക്സ് ചെയ്യില്ല. ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ജാറിൽ ഒരു സോൾവെന്റ് എടുത്തിട്ടുണ്ട്. ഈ സോൾവെന്റ് എന്ത് ചെയ്യുന്നില്ല, ഈ പേപ്പറിൽ അടങ്ങിയിട്ടുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പേപ്പർ സോൾവെന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ജാറിലുള്ള സോൾവെന്റ് ഒക്കെ പേപ്പറിലോട്ട് ഇങ്ങനെ പതിയെ അഡ്സോർബ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും. ഈ കയറി പോകുന്ന ആക്ഷനെ പറയുന്ന പേരാണ് കാപ്പിലറി ആക്ഷൻ. എന്താണ് കാപ്പിലറി ആക്ഷൻ? അതായത് നമ്മളെ താഴത്തെടുത്തിട്ടുള്ള ആ സോൾവെന്റ് മുകളിലോട്ട് എന്ത് ചെയ്യാണ്, ഈ ജാറിൽ കാണുന്ന സോൾവെന്റ് ഇല്ലേ, അത് മുകളിലോട്ട് അഡ്സോർബ് ചെയ്ത് കയറി പോവുകയാണ്. ആ ആക്ഷനെ പറയുന്ന പേരാണ് കാപ്പിലറി ആക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. നമ്മളിപ്പോ വാട്ടർ ഇപ്പൊ സാധാരണ നമ്മൾ ഒരു പേപ്പർ വെള്ളത്തിലിട്ടാലും എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും കുറച്ച് വാട്ടർ ഇല്ലേ? അത്രേ ഉള്ളൂ സത്യത്തില്. നമ്മൾ ജാറിൽ ഓൾറെഡി ഒരു സോൾവെന്റ് എടുത്തിട്ടുണ്ട്, മൊബൈൽ ഫേസ് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യും, പേപ്പർ ജസ്റ്റ് ടച്ച് ചെയ്ത് വരുമ്പോൾ ഈ മൊബൈൽ ഫേസ് എന്ത് ചെയ്യും, മുകളിലോട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്ത് കയറി പോകും. അതിനെയാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞേ? അതെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പോണൻസ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിന്റെ ഇടയിലുള്ള കമ്പോണൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കാപ്പിലറി ആക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനലി ഈ പേപ്പറിനെ ഡ്രൈ ചെയ്യാണ്. അപ്പോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ കമ്പോണന്റും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പേപ്പറിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. നോക്കി നോക്കിയേ, എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ? ഓരോ കമ്പോണൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പേപ്പർ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാല്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? ആർക്കെങ്കിലും അറിയോ? RF വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ്. അതായത് കമ്പോണന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്, ഓരോ കമ്പോണൻസിനും ഡിഫറെന്റ് കപ്പാസിറ്റി ആണ് ഉള്ളത്. അപ്പോൾ ഓരോ കമ്പോണന്റും എന്തായിരിക്കും, ഡിഫറെന്റ് ട്രാവൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെന്റ്. അതാണ് RF വാല്യൂവിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ ക്രോമറ്റോഗ്രാഫിയിലോട്ട് വരാം. ഇറ്റ് ഈസ് എ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി. നമ്മൾ പഠിച്ചു സ്റ്റേഷനറി ഫേസ് ഈസ് എ ഫിലിം ഓഫ് ലിക്വിഡ് അഡ്സോർബഡ്.
Paper made up of highly purified cellulose. Mobile phase is another liquid percolate over it. The mixture of components to be separated, spotted near the lower edge of the paper strip and dried. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പേപ്പർ സ്ട്രിപ്പിൽ എന്ത് ചെയ്തു, സ്പോട്ട് ചെയ്തു, അതിനുശേഷം അത് ഡ്രൈ ചെയ്തു. ഇറ്റ് ഈസ് സസ്പെൻഡഡ് ചാർ കണ്ടെയ്നിങ് അനദർ സോൾവെന്റ്. ചാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അനദർ സോൾവെന്റ് ആയിട്ടുള്ള മൊബൈൽ ഫേസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. സോ ദി ലോവർ എൻഡ് ഓഫ് ദി പേപ്പർ ഈസ് ജസ്റ്റ് ടച്ചിങ് ഓഫ് ദി സോൾവെന്റ്. ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ദ സോൾവെന്റ് അസൈൻസ് ഓവർ ദി പേപ്പർ ടു കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷൻ പ്രകാരം അതെന്ത് ചെയ്തു, മുകളിലോട്ട് എന്ത് ചെയ്തു, അഡ്സോർബ് ചെയ്ത് വന്നു. ഓക്കെ, ദി കമ്പോണൻസ് ആൾസോ മൂവ്സ് അപ്പ് ദി അലോങ് വിത്ത് ദി സോൾവെന്റ്, but the rate of movement of components will be different due to differential distribution between the pair of immiscible liquid. നമ്മൾ പറഞ്ഞ മാതിരി ഇമ്മിസിബിൾ ലിക്വിഡിന്റെ ഇടയിലുള്ള ഈ കമ്പോണൻസിന്റെ റേറ്റ് ഓഫ് മൂവ്മെന്റ് ഒക്കെ എന്താണ്, ഡിഫറെന്റ് ആണ്. ആഫ്റ്റർ സം ടൈംസ് ദ പേപ്പർ സ്ട്രിപ്പ് ഈസ് റിമൂവ്ഡ് ആൻഡ് സോൾവെന്റ് ഫൗണ്ട് ഈസ് മാർക്ക്ഡ് ആൻഡ് ഡ്രൈഡ്. കുറച്ച് സമയത്തിന് ശേഷം പേപ്പർ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു, മാർക്ക് ചെയ്തു, ഡ്രൈ ചെയ്തു. ഇഫ് ദി കമ്പോണൻസ് ആർ നോട്ട് കളേർഡ്, ഇനി കമ്പോണൻസ് ഒന്നും കളേർഡ് അല്ല എന്നുണ്ടെങ്കിൽ, ദ ക്യാൻ മേഡ് കളേർഡ് ബൈ സ്പ്രേയിങ് സ്യൂട്ടബിൾ സോൾവെന്റ്. ഏതെങ്കിലും സ്യൂട്ടബിൾ സോൾവെന്റ് യൂസ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ട് കളേർഡ് ആക്കാം. സപ്പോസ് എക്സാമ്പിൾ നിൻഹൈഡ്രൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then RF value calculated for identification of components. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പേപ്പർ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാലേ. വളരെ സിമ്പിൾ ആണ്. ഡയഗ്രാം വെച്ച് ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക, നമ്മളെ മൈൻഡിൽ കൊണ്ടുവരിക. ഇനി പേപ്പർ ക്രോമറ്റോഗ്രാഫിയുടെ അപ്ലിക്കേഷൻസ് നോക്കാം. ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി കേസ് ഓഫ് മിക്സ്ചർ which have minute quantity of components. minute quantity of componentsനെ വരെ അടങ്ങിയിട്ടുള്ള മിക്സ്ചറിന് വരെ ഇതെന്താണ്, ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് വിച്ച് ഹാവ് വെരി ക്ലോസ് കെമിക്കൽ പ്രോപ്പർട്ടി. വെരി ക്ലോസ് കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള കമ്പോണൻസ് ആണെങ്കിൽ കൂടി സെപ്പറേഷന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ പ്യൂരിറ്റി ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സിനെയും ഫാർമസ്യൂട്ടിക്കൽസിന്റെയും പ്യൂരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനാലിസിസ് ഓഫ് കോസ്മെറ്റിക്കൽസ്. കോസ്മെറ്റിക്കൽസ് അനാലിസിസിന് വേണ്ടിയിട്ടും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ചില ടൈമിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്ലിക്കേഷൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ അപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ വിചാരിക്കും നെവർ മൈൻഡിൽ വിട്ടുപോകും. പക്ഷെ ചില വൺ വേർഡ്സ് ഒക്കെ അപ്ലിക്കേഷൻ വഴിയായിരിക്കും എന്തുണ്ടാവുക, ആൻസറിലോട്ട് എത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ പേപ്പർ ക്രോമറ്റോഗ്രാഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേപ്പർ ക്രോമറ്റോഗ്രാഫി, അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി, ദെൻ പ്രൊസീജിയർ, വർക്കിംഗ്, ഇതെല്ലാം മനസ്സിലാക്കി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുക, അതപ്പോ തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് 2 ക്രോമറ്റോഗ്രാഫിയാണ് പഠിച്ചത്, കോളം ക്രോമറ്റോഗ്രാഫിയും പേപ്പർ ക്രോമറ്റോഗ്രാഫിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയും ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് 4-5 ടൈപ്പ് ക്രോമറ്റോഗ്രാഫിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി കോളം ക്രോമറ്റോഗ്രാഫിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, കോളം ക്രോമറ്റോഗ്രാഫിന്റെ അപ്ലിക്കേഷൻ ആയാലും പേപ്പർ ക്രോമറ്റോഗ്രാഫിന്റെ അപ്ലിക്കേഷൻ ആയാലും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവരും?
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയും ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയും ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.